വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏജ് ഓവർ ആയതുകൊണ്ട് തടസ്സമുള്ള വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾ കാരണം വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തടസ്സമുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് വിവാഹ തടസ്സമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന്റെ സാഹചര്യം ശരിയല്ലാത്തത് കൊണ്ട് വിവാഹ തടസ്സങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെ തടസ്സങ്ങൾ ഈശോ എടുത്തു മാറ്റട്ടെ. ശ്രദ്ധിക്കട്ടെ, 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 ശ്രദ്ധിക്കട്ടെ. അരികിൽ സദയം തുടരേ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി ഉടനെ പേപ്പറിൽ വന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മലമുകളിലെയും കാട്ടിലെയും പല സ്ഥലങ്ങളിലേക്കും നമുക്ക് കിട്ടിയ സ്ഥലം വിറ്റുമാറ്റാനും പറ്റാത്ത വിഷമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയിൽ പെട്ടുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാടകയ്ക്ക് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഓരോ തരത്തിലും വിഷമിക്കുന്നവരുണ്ട്. വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞവരുണ്ട്. വാടകയ്ക്ക് വീട് തിരക്ക് നടക്കുന്നവരുണ്ട്. വാടക കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. പൈസ കിട്ടാത്തവരുണ്ട്. അത് കേസായവരുണ്ട്. പല മേഖലകളിൽ വിഷമിക്കുന്നവരുണ്ട്. അവരെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു തൊഴിൽ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നവര്, ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലുകൾ പല കാരണങ്ങളും നിന്ന് പോയവർ, കോവിഡിന് ശേഷം ഒരു തൊഴിലും ഗുണം പിടിക്കാതിരിക്കുന്നവർ, വരുമാനം എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസാനത്തെ ഒരു പിടി കാശുമായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അമ്മയെ, പരിശുദ്ധ അമ്മയെ, അവരുടെ കൈകളിൽ അമ്മ കൂടി പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. വീട് ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഉള്ള വീട് ഉറഞ്ഞു പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വീട് വിൽക്കാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സ്ഥലം മാറി താമസിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ജോലി കിട്ടാൻ വേണ്ടി ജോലി കിട്ടിയിട്ട് മാത്രമേ കാര്യങ്ങളിൽ നീക്കപ്പോക്കുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് മറ്റൊന്നിലേക്ക് ഏർപ്പെടാൻ കഴിയാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിവാഹം ഇല്ലാത്തവർക്ക് വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി തടസ്സങ്ങളുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ടയിൽ നിന്ന് മൗനമായി പ്രാർത്ഥിക്കുക. കൈകൾ കൂപ്പി ആദരവോടെ പ്രാർത്ഥിക്കുക. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ ഈശോ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്ന സമയമാണ്. മൗനമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ എൻ്റെ മക്കൾ ഓർക്കണം. ഇപ്പോഴ് നിങ്ങളുടെ കാര്യം അമ്മ അത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. നീര് കെട്ടിയ രോഗങ്ങൾ, വാതരോഗങ്ങൾ, ശരീരത്തിൽ ചില അവയവങ്ങൾ കൂടുതലായിട്ട് വളരുന്നത്, ചില അവയവങ്ങൾ സൂക്ഷിച്ചു പോകുന്നത്, ചില അവയവങ്ങൾക്ക് ക്യാൻസർ പിടിച്ച് ചെറുതാകുന്നത്, എല്ലാം കർത്താവ് രക്തത്താൽ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒലിപ്പ് രോഗങ്ങൾ, മൂക്കിൽ നിന്നൊഴുക്കുന്നവര്, രക്തസ്രാവങ്ങൾ, മുത്തമറിയാതെ പോകുന്നവർ, മലമറിയാതെ പോകുന്നവർ, കാലിൽ നീതി കെട്ടിക്കിടക്കുന്നവർ, എല്ലാവരും ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് നടുവ് രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. നടുവിന്റെ കസ്റ്റേരികൾ വിട്ടിരിക്കുന്നവരെ, മുട്ടിന്റെ ലിഗമെന്റ് പോയിരിക്കുന്നവര്, ആശുപത്രി കിടക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ശത്രുക്കട്ടെ, കർത്താവിന് ശത്രുക്കട്ടെ. അമ്മ മധ്യസ്ഥം വഹിക്കട്ടെ. മാരക രോഗികളെ യേശുനാമത്തില് സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തുടരേ
സുഖമായി എന്റെ ഉള്ളം അരികിൽ വരണേ, ഒരുമിച്ച് പാടുക. അരികിൽ വരേണേ സദയം തുടരേ സുഖമായി എന്റെ ഉള്ളം. അവനുമായി പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം മൗനമായി പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം. മൗനമായിട്ട് നമ്മുടെ വിഷയങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിക്കാം. എങ്ങനെയാണ് മേരി മാഗ്ഡലിൻ ഫസ്റ്റ് വിറ്റ്നസ്സിയായി മാറിയത്? അത് നിലപാടാണ് അവളുടെ. അതായത് അവളുടെ മനസ്സിലുള്ളത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു പക്ഷേ 70 കിലോ ഉള്ള ഒരു ഡെഡ് ബോഡി. ടൂറിലെ വിശുദ്ധ കച്ചയൊക്കെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ബോഡിക്ക് 70 കിലോ ഉണ്ടെന്നാണ്. അപ്പോൾ 70 കിലോ ഉള്ളൊരു ഡെഡ് ബോഡി, 3 ദിവസത്തെ പഴക്കമുള്ള ഡെഡ് ബോഡി. ഇത് യേശു ഈ അവസ്ഥയിലാണെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൾ തീരുമാനിക്കുന്നത്. ഇപ്പം യേശുവിനെ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോണത്? ചൊല്ലണ പ്രാർത്ഥനയിലേക്കല്ല പോണത്. പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത് ഈ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ ചൊല്ലിട്ട് ഇത് സ്പീഡാവുമെന്ന് വിചാരിക്കരുത്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് ഇരിക്കുന്നത് അതിൻ്റെ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ കണ്ടൻറ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും ഉടമ്പടിയിൽ സ്പീഡ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ഏതാണ്? അതെന്താണ്? അതെപ്പോഴും ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഉടമ്പടിയെ മറ്റ് പ്രാർത്ഥനകൾ വ്യത്യസ്തമാക്കുന്നതും ഈ ചെയ്ത്തുകളാണ് എൻ്റെ കൂടെയുള്ള. അവൻ പറയണത് പോലെ ചെയ്യുന്നതിലുള്ളതാണ് സംഭവം. ഇത് ഏത് സിറ്റുവേഷനിലും ആരുടെ സഹായമില്ലാതെ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോഴും പറയുവേ, ഓ അമ്മായിപ്പൻ്റെ ഓഹരി മേടിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും ഇടിയായിരുന്നു, ഭയങ്കര ഇടി വെച്ചും കേസും പറഞ്ഞ് മേടിച്ച്. ഇപ്പം ആ മനുഷ്യൻ പെട്ടുപോയി, അങ്ങേരുടെ മലമൂത്രങ്ങളൊക്കെ വീട്ടിലായപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു പട്ടിയും സഹായിക്കാനില്ല. തീർന്നു, പരിപാടി തീർന്നു. ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡിയേക്കാൾ കഷ്ടമായിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിലുണ്ട്. കാര്യം എന്താണ്? ഈ ബെഡ് സോർ വന്ന് കിടക്കുന്ന രോഗിയെ ഒന്നും മറച്ചിടാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ല. പലരും കെയർടേക്കറിങ്ങിന് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ വരും. ചിലർ ലീവിന് വരും. കെയർടേക്കറാണ് അവർ. ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇറ്റലിയിലുമൊക്കെ. അപ്പോൾ അവർ വന്ന് എന്നോട് പറയും, ഒന്ന് പ്രാർത്ഥിക്കച്ചാൽ എനിക്ക് ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് 80 വയസ്സുണ്ട്, ഭയങ്കര തടിയനാണ്. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്താ കാര്യം? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അവളെ പോയി നോക്കേണ്ടത്. എങ്ങനെ ഈ ചേട്ടനെ പിടിച്ചൊന്നും തള്ളി അവിടെ കൈ ഒടിഞ്ഞു പോകും. അപ്പോൾ എന്നോട് പറയും, എനിക്ക് ഒന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ എന്ന് പറയും. പക്ഷേ പ്രാർത്ഥിച്ചു, ഈശോയുടെ ഒരു രീതിയെ നമ്മൾ ഞെട്ടിപ്പോവും. അവളവിടെ ചെന്ന് 3 മാസമായപ്പോഴത്തേന് 3 ആഴ്ചക്കുള്ള ആ ചേട്ടൻ മരിച്ചു. അതല്ല പ്രശ്നം. അവൾക്ക് അതിനേക്കാൾ ആ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 3 മാസത്തിൽ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുകയാണ് ആ രാജ്യത്ത്. അതായത് ദൈവം നിൻ്റെ കണ്ണുനീര് കാണും, നിൻ്റെ അവസ്ഥകൾ. അവൾ പറഞ്ഞത് ശരിയല്ലേ എന്നോട്? എന്താ കാര്യം? എൻ്റെ പേഷ്യൻറ്റിന് 80 കിലോ ഉണ്ട്, തളർന്ന് കിടക്കുകയാണ്. അങ്ങേരുടെ ബെഡ് സോർ കൊണ്ട് അങ്ങേരെ ഒന്ന് തള്ളി മാറ്റാൻ പോലും എനിക്ക് കഴിവ്, എൻ്റെ കൈ ഒടിഞ്ഞു പോകും തള്ളിയെ. ഞാൻ എങ്ങനെ ഇത് നോക്കും? അത്രയും അപ്പോൾ അവർ ആ പേഷ്യൻറ്റുമായിട്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഇതല്ല അച്ഛന് പറയാനുള്ളത്.
അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ, നീ ഒറ്റക്കായിപ്പോയി. ആനുകൂല്യം മേടിക്കാനുള്ള ഒത്തിരി പേരുണ്ടാവും, ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. കടങ്ങളായാലും അങ്ങനെയാണ്, ആനുകൂല്യത്തിന് എല്ലാവരും ചാടി വീഴും, പക്ഷേ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം കണ്ട ദർശനം ഇപ്പം കറക്റ്റായി വന്ന കണ്ട കുരിശ കിടക്കുകയാണ്, അതിൻ്റെ കൂടെ കക്ഷത്തിലും മൊഴി, അത് എക്സ്ട്രാ വന്നതാണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് വന്നാൽ നിൻ്റെ ഭാരത്തെ നീ മുട്ടേ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആനുകൂല്യം മേടിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിത് മേരി മാഡലിനെ പോലെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞില്ലേ. പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായത് എങ്ങനെയാണ്? ആ ഒരൊറ്റ കളിയിലാണ് ആയത്. ഈ നെഞ്ചത്ത് കിടന്ന യോഹന്നാനും കുരിശിൻ്റെ ചുവട്ടുന്ന യോഹന്നാനും ഒന്നും ഇവിടെ ഇല്ല. പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായിരിക്കുന്നത് ആരാണ്? മേരി മാഡലിൻ ഒറ്റ വാക്കിലാണ്. എന്താണ്? ഏത് ഡെഡ് ബോഡിയാണ് കർത്താവ് ഞാൻ ഏറ്റെടുത്തോളാവുന്ന കൈ ഇടിച്ച് കർത്താവിനെ സ്വല്ലേലൂയ. തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. കരയല്ലേ തളരല്ലേ നെഞ്ചൊന്നു നീരിടല്ലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നീ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്യായമായ സഫറിങ്സ് ആൻഡ് അൺജസ്റ്റ് അഗ്രസീവ്നെസ് ഓഫ് അതേഴ്സ്, മറ്റുള്ള വ്യക്തികളിൽ നിന്ന് നീ അനുഭവിക്കുന്ന അന്യായമായിട്ടുള്ള എല്ലാവിധ ഞെരുക്കങ്ങളും, നീ ഒരു നിമിഷം നിൻ്റെ വീട്ടിൽ എവിടെയാണ് നീ മുട്ട നിന്നിട്ട് പറയണം, കർത്താവ് ഇത് മേരി മാഡലിനെ പോലെ ഞാൻ നിന്നെ ഏറ്റെടുക്കുന്നതിന് പകരം നിൻ്റെ നാമത്തിലിട്ടിരിക്കുകയാണ്. ദാറ്റ് ഇസ് മിഷൻ. അപ്പോൾ ക്രിസ്തു ആരാണെന്ന് നീ അറിയും. അപ്പോൾ ക്രിസ്തു നിൻ്റെ പേര് വിളിക്കും, കർത്താവ് നിന്നെ സ്വന്തമാക്കും. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കൾ ഈ ശക്തി എന്നും പറഞ്ഞ് ഇപ്പം ക്രിസ്തുവിൻ്റെ കൈമാറ്റം, വിനിമയം, ക്രിസ്തു വിനിമയം ചെയ്യപ്പെടുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ക്രിസ്തു രണ്ട് ഫോംസിലാണ്. ഒന്ന് വ്യക്തിയായിട്ടും ഒന്ന് ശക്തിയായിട്ടും. ക്രിസ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത്, ക്രിസ്തു എന്ന് പറയുന്ന തൃത്വത്തിൻ്റെ രണ്ടാം ആളായ പുത്രൻ തമ്പുരാൻ ഒരേ സമയം തന്നെ വ്യക്തിയുമാണ്, അതേസമയം തന്നെ ശക്തിയുമാണ്. ഈ ക്രിസ്തുവിൻ്റെ കൈമാറ്റം നടക്കുന്നത് രണ്ട് ഫോംസിലാണ്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റണില്ല കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ ശക്തി പോയെന്നല്ല എൻ്റെ അർത്ഥം. എന്നിട്ട് നീ പറയണം, എങ്കിലും ഈശോയ്ക്ക് വേണ്ടി ഈശോയുടെ നാമത്തിൽ ഞാനിത് ഏറ്റെടുക്കണമെന്ന് പറയണം. അതാണ് ഈ കല്ലെടുത്ത് മാറ്റാൻ 16:3 ചോദിക്കുന്ന സ്ത്രീ തന്നെയാണ്. കല്ലെടുത്ത് മാറ്റാൻ ആര് സഹായിക്കുമെന്നാണ് മേരി മാഡലിൻ ചോദിച്ചത് പണ്ട്. ആ മേരി മാഡലിൻ തന്നെയാണ് ഇപ്പോൾ പറയണത്, ആരും സഹായിച്ചില്ലെങ്കിലും ഇത് കല്ലല്ലോ, കർത്താവല്ലേ,
അത് ഞാൻ എടുത്തോളാം. ഇത് കല്ലല്ല കർത്താവാണെന്ന് നീ ക്ലേശം അനുഭവിക്കുന്ന വ്യക്തികൾ, നിന്നെ ക്ലേശിപ്പിക്കുന്ന വ്യക്തികൾ, അത് കല്ലല്ല കർത്താവാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നീ ക്രിസ്തുവിൻ്റെ ശക്തി അനുഭവിക്കേണ്ടത്. കൈയിടിച്ച് കർത്താവ് മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വേഗം ഞങ്ങൾക്ക് നെഞ്ചൊന്നു നീരിടലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. കരയല്ലേ തളരല്ലേ, നെഞ്ചൊന്നു നീരിടലേ, നിന്നെ കാണാൻ നിന്നെ കേൾക്കാൻ നാഥനുണ്ടിവിടെ, ആരാധിച്ചിടാം. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് ഷേർലി ജേക്കബ്. ഞാനാണെങ്കിൽ കോട്ടയത്ത് വിളയന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 16/2/2020 എൻ്റെ ഒരു കൂട്ടുകാരി ഷിബി എന്ന പേരുള്ള മോളാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഞാനിവിടെ വരുമ്പോൾ വളരെ മാനസികമായിട്ടും വളരെ കണ്ണുനീരോടെയാണ് ഇവിടെ വന്നത്. കാരണം ഞങ്ങൾക്ക് ഒരേ ഒരു മോനാണ് ഉണ്ടായിരുന്നത്. അവൻ നല്ല പഠിക്കാൻ മിടുക്കനായിരുന്നു. 10ലും 12ലും നല്ല മാർക്ക് കിട്ടി. ഏറ്റവും നല്ലൊരു നേഴ്സിംഗ് കോളേജിൽ അവൻ അഡ്മിഷൻ കിട്ടി. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും നന്നായിട്ട് പഠിച്ചു. പക്ഷേ കൂട്ടുകെട്ടിൻ്റെ ഇതിലും മൊബൈലിനോടുള്ള ആസക്തിയിലും അവന് തേർഡ് ഇയറിൽ ശരിക്കും അറ്റൻഡൻസ് കിട്ടിയില്ല. ലേറ്റ് പോകും, 5 മിനിറ്റും 10 മിനിറ്റും ലേറ്റ് പോകും. അവർ ആബ്സെൻ്റ് ഇടും, ക്ലാസ്സിൽ ഇരുത്തും. പിന്നെയും ഇതുപോലെ 2 ദിവസം നേരത്തെ പോയിട്ട് പിന്നെ 5 മിനിറ്റും 10 മിനിറ്റും ലേറ്റ് ചെല്ലും. ഈ ഒത്തിരി എഴുതാനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. പക്ഷേ ലേറ്റ് ചെന്നാൽ അവർ ആബ്സെൻ്റ് ഇടും. അങ്ങനെ അവന് തേർഡ് ഇയറിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ല. ആ സമയത്താണ് ഞാൻ കൃപാസനത്തെ പറ്റി അറിയുന്നതും ഇവിടെ എൻ്റെ കൂട്ടുകാർ കൊണ്ടുവന്ന് അമ്മയോട് എല്ലാ കാര്യങ്ങളും എൻ്റെ സ്വന്തം അമ്മയോട് പറയുന്ന പോലെ ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ, ഈ മോനെ എനിക്ക് 4 വർഷം കൂടെ ഉണ്ടായ മോനാണ്. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച് അന്ന് അട്ടപ്പാടിയിൽ ചാലക്കുടി പോയി പ്രാർത്ഥിച്ചുണ്ടായ മോനാണ്, സാക്ഷ്യപ്പെടുത്തിയ മോൻ. അപ്പം ഞാൻ പറഞ്ഞു, ഈ മോൻ എൻ്റെ മോനല്ല, ഇത് അമ്മയുടെ മോനാണ്. അതുകൊണ്ട് ഇവൻ്റെ എല്ലാ ഉത്തരവാദിത്വം എൻ്റെ അമ്മ തന്നെ ഏറ്റെടുക്കണം. ഈ മോൻ ഒരിക്കലും തെറ്റായ മാർഗത്തിൽ പോകാനായിട്ട് അമ്മ അനുവദിക്കരുത്, അമ്മയും തിരുക്കുമ്മനെ അനുവദിക്കരുത്. അത് അമ്മ പൂർണ്ണമായിട്ടും കേട്ടു. 4ാം വർഷം 3ാം വർഷത്തെ എക്സാം എഴുതി, ഇച്ചിരി ലേറ്റായിട്ട് എഴുതി. എല്ലാ വിഷയം പാസ്സായി. 4ാമത്തെ വർഷം അവൻ പരീക്ഷ എഴുതി. ആദ്യത്തെ ചാൻസിൽ തന്നെ അവൻ പാസ്സായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയ്ക്കും തിരുക്കുമാനും ഒരായിരം നന്ദി. രണ്ടാമതായിട്ട് അവന് തെറ്റായിട്ടുള്ള കൂട്ടുകാർ പെൺപിള്ളേർ പറഞ്ഞ് തെറ്റായിട്ടുള്ള ഒരു പ്രേമബന്ധം ഉണ്ടായി. അത് അമ്മയോട് പ്രാർത്ഥിച്ച് മാറ്റിത്തന്നു. 3ാമതായിട്ട് അവന് 7-8 മണിക്കൂർ ഇരുന്ന് പഠിക്കുമ്പോൾ പുറത്തിന് താഴെയായിട്ട് ഒരു മുറിവുണ്ടാകുകയും അതിലൂടെ ഇങ്ങനെ ചലം പോലെ ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ വരികയും സ്മെല്ലുണ്ടായിരുന്നു. 1 വർഷമായിട്ട് അതിങ്ങനെ ഡ്രസ്സിങ് ചെയ്യുകയായിരുന്നു. അവന് തന്നെ ഡ്രസ്സിങ് ചെയ്യാൻ പോലും പറ്റത്തില്ല, വളരെ വിഷമത്തിലായിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ വരുന്ന അമ്മയോട് പറഞ്ഞു, ഇവിടുന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും അവന് തേനും കൊടുത്തു. ആ തൈലം ഉപയോഗിച്ച് ഡ്രസ്സിങ് ചെയ്യുകയും ആ പുറത്ത് പുരട്ടിയതിൻ്റെ ഫലമായിട്ട് 3 മാസത്തിനകം അത് പൂർണ്ണമായിട്ടും കരിഞ്ഞു. അമ്മയെ നന്ദി, അമ്മയെ സ്തുതി. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി, സ്തുതി, സ്തോത്രം ചെയ്യുന്നു. കൂടാതെ എൻ്റെ നട്ടിലിന് തേയ്മാനം ഉണ്ടായിരുന്ന ആ സമയങ്ങളിൽ വളരെ വിഷമിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ഈ സമയങ്ങളിൽ എനിക്ക് ഒത്തിരി കുറവുണ്ട്. അമ്മ അത് പൂർണ്ണമായിട്ട് മാറ്റിത്തരും. എൻ്റെ കുടുംബത്തിലെ എല്ലാ കാര്യവും അമ്മയെ ഏൽപ്പിച്ചേക്കുവാണ്. എനിക്ക് വേറൊരു അമ്മയില്ല, എൻ്റെ അമ്മ ഈ അമ്മയാണ്. ഈ മണ്ണിൽ കാലുകുത്തിയ ആരും നിരാശപ്പെടുകയില്ലെന്ന് ഞാൻ എൻ്റെ സാക്ഷ്യപ്പെടുത്തുന്നു. അമ്മയെ നന്ദി, തിരുക്കുമാരൻ നന്ദി, സ്തുതി, സ്തോത്രം. ഞാൻ കണ്ണൂർ ജില്ല കച്ചേരിക്കട ഇടവക മുടിക്കയം വാർഡിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് വത്സമ്മ. ഞാൻ സാക്ഷ്യം പറയുന്നത് 2 വർഷമായിട്ട് എൻ്റെ മോന് കുട്ടികളൊന്നുമില്ലായിരുന്നു. ഞാൻ 21/1/2020 ഉടമ്പടി എടുത്ത് 1 വർഷമായപ്പോഴത്തേനും എൻ്റെ മോന് കുട്ടിയെ ലഭിച്ചൊരു കുഞ്ഞിനെ ദൈവം തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ ഞങ്ങൾക്ക് 11 വർഷമായിട്ട്
വീട്ടിലോട്ട് കയറി പോകുവാൻ വഴിയില്ലാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടു. എന്നിട്ട് അവരോട് പൈസയ്ക്ക് വേറൊരാളുടെ 1 സെൻറ്റ് സ്ഥലം നമുക്ക് കിട്ടിയാലേ വഴി നമുക്ക് അങ്ങോട്ട് വെട്ടാൻ സാധിക്കുള്ളായിരുന്നു. അവരാ വഴിക്കുള്ള സ്ഥലം തരികയില്ലായിരുന്നു. 11 വർഷമായിട്ട് ഞങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരുന്നിട്ട് അവർ ഒരു കാരണവശാലും തരികയില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ പകരം സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സ്ഥലം കൊടുത്തിട്ടും ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റാവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ കൊടുത്തിട്ടും ഞങ്ങൾക്ക് വഴിക്കുള്ള സ്ഥലം അവർക്ക് വിട്ടുതരാൻ പറ്റുന്നില്ല. അതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. ഒരു 1/2 സെൻറ്റ് സ്ഥലത്തിന് 50,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിക്കുകയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് 6 മാസം കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം വഴിക്ക് വേണ്ടി മാത്രമുള്ളത് ഞങ്ങൾ സൗജന്യമായിട്ട് തരാമെന്ന്. ഇത്രയും തന്ന് ഞങ്ങളെ സഹായിച്ച യേശുവിനും അമ്മയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ. എൻ്റെ പേര് ജിത്തു. ഞാൻ കോട്ടയം ജില്ലയിലെ മുട്ടിച്ചിറ ഹോളി ഗോസ്റ്റ് ഫൊറോന ചർച്ച് എടവാങ്കാണ്. ഞാൻ 2020 സെപ്റ്റംബർ 8 നോർസെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം പാസ്സായി. അതായത് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കുള്ള നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റാണ്. 2020 സെപ്റ്റംബർ 8 എക്സാം. ഒക്ടോബർ മാസം അതിൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് 3345 റാങ്ക് ഉണ്ടായിരുന്നു. സാധാരണ എയിംസിൻ്റെ എക്സാം നടന്നു കഴിഞ്ഞാൽ 3 മാസം അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ നമുക്ക് ജോലി ലഭിക്കുന്നതാണ്. പക്ഷേ എനിക്ക് ആ ഒരു വർഷം ഞാൻ എക്സാം എഴുതിയ ശേഷം പിന്നീട് ആ ഒരു റാങ്ക് ലിസ്റ്റ് കേസിൽ പോവുകയും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം ഒരു 3 മാസം കഴിഞ്ഞിട്ടും ആ ഒരു എക്സാമിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ഓഫർ ലെറ്റർ കിട്ടുമോ ഒന്നും ലഭിച്ചില്ല. ജാനുവരി ആയപ്പോഴേക്കും അവർ അതായത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് 15 എയിംസാണ് മൊത്തം ഉള്ളത്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അലോക്കേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് 15 എയിംസുകളിലേക്കുള്ള ലിസ്റ്റ് വയ്ക്കാം. അപ്പം എനിക്കറിയാവുന്ന എല്ലാ എയിംസുകളുടെയും പേരുകൾ വെച്ചു. ആദ്യം അറിയാവുന്ന എല്ലാ സ്ഥാപനങ്ങളും വെച്ചു. അപ്പം എനിക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെ റാങ്ക് അടിസ്ഥാനത്തിലാണ് എനിക്ക് ആ സ്ഥാപനം കിട്ടാൻ പോകുന്നത്. പക്ഷേ ജാനുവരി ആയപ്പോഴും കൊടുത്തു, ഫെബ്രുവരി ആയപ്പോഴും പ്രത്യേകിച്ച് അതിൽ നിന്നൊരു ഇൻഫർമേഷനൊന്നുമില്ല. സാധാരണ 4 മാസം കഴിഞ്ഞ് കിട്ടേണ്ടതാണ്, പക്ഷേ ഒരു അറിവുമില്ല. അതിനുശേഷം 4 മാസം കഴിഞ്ഞപ്പോൾ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർക്ക് അവർ കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. അതായത് എയിംസ് ഡൽഹി, ബട്ടിൻഡ അങ്ങനെയുള്ളവരൊക്കെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി. എനിക്ക് കിട്ടിയത് കൊൽക്കട്ടയിലുള്ള ഒരു എയിംസാണ് എനിക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടിയത്. ഞാൻ അങ്ങനെ ഒരു സ്ഥാപനം കേട്ടിട്ട് കൂടിയില്ലായിരുന്നു, ആദ്യമായിട്ടാണ് കേൾക്കുന്നതും. പക്ഷേ ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു അറിവുമില്ല, അവർ വിളിക്കുന്നുണ്ടോ ഒന്നും പറയുന്നില്ല. ആ സമയത്ത് എനിക്കൊരു താൽക്കാലികമായിട്ടൊരു ജോലി കിട്ടിയായിരുന്നു. പക്ഷേ ഞാൻ ഈ ഒരു ജോലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആ ഒരു ജോലി വേണ്ടാന്ന് വെച്ചു. അപ്പോൾ എനിക്ക് പൂർണ്ണമായിട്ടും ജോലി ഇല്ലാതെ ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു സമയമാണ്. ഇനി കരിയറിൽ ഗ്യാപ്പുമായി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെയാണ് ഞാൻ ഏപ്രിൽ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം. ഞാനും എൻ്റെ അനിയത്തിയും കൂടി, അനിയത്തിക്കും ജോലിയില്ലാതെ നിൽക്കുവാണ്, PSCക്ക് പഠിക്കുവാണ്, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പം ഏപ്രിൽ മാസം ഈ എയിംസ് കല്യാണി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് അവരൊരു റാങ്ക് ലിസ്റ്റ് ഇട്ടു. അപ്പോൾ അതിൽ എനിക്ക് 149 റാങ്കായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി പെട്ടെന്ന് തന്നെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു. ആ സമയത്ത് ബാക്കിയുള്ള എല്ലാ എയിംസിലുള്ള എൻ്റെ കൂടുതൽ ജോലി റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ എയിംസുകൾ ജോലിക്ക് പ്രവേശിച്ചു. 1 മാസത്തെ ശമ്പളവും മേടിച്ചു തുടങ്ങി. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. അങ്ങനെ ഏപ്രിൽ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പിറ്റേ മാസം ഏപ്രിൽ കഴിഞ്ഞു, മെയ് മാസമായി. എന്നിട്ടും അവിടുന്ന് ഓഫർ ലെറ്റർ ഒന്നും വരുന്നില്ല. ആകെ വിഷമത്തിലായി, ജോലിയൊന്നുമില്ല, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെയും പല എക്സാമുകൾ ഞാൻ എഴുതുന്നുണ്ട്. എക്സാമുകൾ പലത് എഴുതുന്നുണ്ട്, റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഓഫർ ലെറ്റർ ഒന്നും കിട്ടുന്നില്ല. ആൾക്കാരോടാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്നും അറിയത്തില്ല. കുറേ റാങ്ക് ലിസ്റ്റുകളിലുണ്ട്, പക്ഷേ ഓഫർ ലെറ്റർ ഇല്ല. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റ് മാസം ആയപ്പോഴേക്കും അവരൊരു സർക്കുലറിൽ അപ്പോൾ അത് ജൂലൈ മാസം ഒരു സർക്കുലർ എയിംസ് കല്യാണിന്ന് വന്നു. നെക്സ്റ്റ് മന്ത്, അതായത് ഓഗസ്റ്റ് മാസം അവരുടെ അതായത് ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ സ്റ്റാഫുകളെയും അവർ നഴ്സിംഗ് ഓഫീസറെ റിക്രൂട്ട് ചെയ്യും, ഓഫർ ലെറ്റർ വിടുമെന്ന്. അപ്പോൾ ഓഗസ്റ്റ് മാസം ഞാൻ ഓർത്ത് പോകാൻ പറ്റും, ഓഗസ്റ്റ് മാസം എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ ഓർത്തിരുന്നിട്ടും ഓഗസ്റ്റ് മാസവും വരുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ രണ്ടാമത് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഓഗസ്റ്റിൽ വന്ന് ഇവിടെ ഒന്ന് പുതുക്കുവാണ്. എന്നിട്ട് ഓഗസ്റ്റ് കഴിഞ്ഞു, അടുത്ത മാസമായി, പിന്നെയും ഓഫർ ലെറ്റർ വരുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമത് സെപ്റ്റംബർ ഞാൻ വീണ്ടും ഈ ഒരു എക്സാം ഒന്നും കൂടി അറ്റൻഡ് ചെയ്തു. നോർസെറ്റ് 2021 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് പിന്നെയും ഈ എക്സാം എഴുതി. അതിനുശേഷം ഇടയ്ക്കുള്ള പിന്നെയും പല സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾ എഴുതി. പക്ഷേ എനിക്ക് ഒന്നിന് റാങ്ക് ലിസ്റ്റ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് ഓഫർ ലെറ്റർ ഒന്നും കിട്ടുന്നില്ല.
അങ്ങനെ ആകെ വിഷമത്തിലായിരിക്കുന്ന അവസ്ഥ. എനിക്ക് 1.5 വർഷത്തെ ഗ്യാപ്പായി. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ജോലിയില്ലാത്ത അവസ്ഥ, പ്രൈവറ്റ് കയറിയ ഗ്യാപ്പായ ആരും എടുക്കത്തില്ല. അങ്ങനെ ഇരിക്കെ നവംബർ മാസം പകുതിയോടെ ഞാൻ ആദ്യം ഒരു ശ്രീചിത്ര എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലോട്ട്, തിരുവനന്തപുരത്തുള്ള സ്ഥാപനത്തിൽ ടെമ്പററി സ്റ്റാഫ് നഴ്സിന് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരു പ്രതീക്ഷയില്ലാതെ എഴുതിയതാണ്. പക്ഷേ എനിക്ക് ആദ്യം ജോലി കിട്ടുന്നത് അവിടെ നിന്നാണ്, ടെമ്പററി സ്റ്റാഫ് നഴ്സായിട്ട്. അവർ വിളിച്ചു, എന്ന് വന്ന് ജോയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാം, അടുത്ത മാസത്തിനുള്ളിൽ വന്ന് ജോയിൻ ചെയ്യാമെന്ന്. അങ്ങനെ അവർ എന്നെ വിളിച്ച് ഫോൺ വെക്കുന്നു. പിറ്റേ ആഴ്ച ഈ എയിംസ് കല്യാണിയിൽ നിന്നുള്ള ഓഫർ ലെറ്റർ വരുന്നു. 1 മാസത്തിനകം വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെന്നെ വിളിച്ച് പറയുന്നു. എനിക്ക് അതുപോലെ തന്നെ പോസ്റ്റൽ വഴിയായിട്ട് അപ്പോയിൻമെൻ്റ് ഓർഡറും കിട്ടി, മെയിൽ വഴിയായിട്ട് ഓഫർ ലെറ്ററും കിട്ടി. അതിനുശേഷം ഞാൻ ഡിസംബറിൽ എനിക്ക് ജോയിൻ ചെയ്യണം 1 മാസത്തിനകം. ഡിസംബറിൽ അങ്ങനെ ജോയിൻ ചെയ്യാണ്ടിരിക്കുമ്പം ഡിസംബറിൽ എനിക്ക് നാട്ടിലൊരു കേരള PSCയുടെ എക്സാം ഉണ്ട്. അതെന്ന് പറയുന്നത് ഞാൻ ജോയിൻ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ്. എനിക്ക് 1 മാസം സാവകാശമാണ് അവരവർ ജോയിൻ ചെയ്യാൻ തരുന്നത്. പക്ഷേ എനിക്ക് ആ ഒരു എക്സാം കൂടി എഴുതണം എന്നുള്ളതുകൊണ്ട് ഞാൻ എക്സ്റ്റൻഷൻ അപേക്ഷ കൊടുത്തു. അപ്പോൾ അവരെനിക്ക് എക്സ്റ്റൻഷൻ അലോ ചെയ്തു തന്നു. അങ്ങനെ ആ ഒരു ഡിസംബർ ആദ്യം നിൽക്കുമ്പം ഞാൻ ജാനുവരിയിൽ 2020 ജാനുവരി അവസാനം ഒരു കേരള PSC DHSലേക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കോട്ടയം ജില്ലയിൽ 12ാമത്തെ റാങ്കാന്ന് പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നു. അങ്ങനെ ഞാൻ അപ്പോൾ എനിക്ക് അത്രയും നാൾ എനിക്കൊരു ജോലി ഇല്ലാതിരുന്നപ്പം എനിക്ക് വന്നപ്പം 4 ജോലിയാണ് ഒരുമിച്ച് കിട്ടിയത്. അതിൽ നിന്ന് എനിക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്താണ് ഞാൻ ഡിസംബറിൽ അവിടെ പോയി ജോലി ചെയ്തത്. അതായത് ഡിസംബർ 2021 ഡിസംബർ 22-ാം തീയതി ഞാൻ എയിംസ് കല്യാണിയിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് 4 ജോലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്കിഷ്ടമുള്ള ജോലി ഞാൻ സെലക്ട് ചെയ്താണ് പോയി ജോയിൻ ചെയ്തത്. അപ്പം ഇതെനിക്ക് മാതാവ് തന്നതാണെന്ന് തന്നെ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഈശോയ്ക്ക് മാതാവിന് ഒത്തിരി അധികം നന്ദി പറയുന്നു.